ഉൽപ്പത്തി പുസ്തകം 33:4. ഏശാവ് ഓടി വന്നു, അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവൻ്റെ കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. ഇതിൽ ഒരാൾ ഉപായിയും മറ്റൊരാൾ ഉപദ്രവകാരിയുമായിരുന്നു. ഒരാൾ ഉപായത്താൽ അനുഗ്രഹം തട്ടിയെടുത്തപ്പോൾ തട്ടിയെടുത്തവനെ തട്ടിക്കളയുമെന്ന് മറ്റൊരാൾ. ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംഘർഷം ഒരു കൊലപാതകത്തിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഉപായിയായ യാക്കോബ് പത്തനാരാമിലേക്ക് നാട് കടത്തപ്പെട്ടു. അങ്ങനെ ഏശാവ് കനാനിലും യാക്കോബ് ഹാരാനിലുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. രണ്ടുപേരും വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, മൃഗസമ്പത്തുകളുണ്ടായി, രണ്ടുപേരും ബഹു സമ്പന്നന്മാരായി. അങ്ങനെ ദീർഘമേറിയ വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിലുള്ള കൂടിച്ചേരലാണ് 4-ാം വാക്യത്തിൽ നാം വായിച്ചത്. അനുഗ്രഹം തട്ടിയെടുത്തവനും അവനെ തട്ടിക്കളയുമെന്ന് തീരുമാനിച്ചവനും നാളുകൾക്ക് ശേഷം ഒന്നിച്ച് കണ്ടുമുട്ടിയപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നു. വൈരാഗ്യങ്ങൾ മറന്ന്, ശത്രുതകൾ മറന്ന് അവർ ഒന്നിച്ചു. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് വചനം പറയുന്നു. എതിർപ്പുകളും പിണക്കങ്ങളും അകൽച്ചകളും മുറിവുകളും ഒക്കെ നമുക്കുണ്ടായെന്ന് വരാം. എന്നാൽ അതൊന്നും നമ്മിൽ നിലനിൽക്കുന്നതാകരുത്. യാക്കോബിനെ പോലെ ഏശാവിനെ പോലെ കാലങ്ങൾക്ക് ശേഷവും കണ്ടുമുട്ടിയപ്പോൾ വൈരാഗ്യങ്ങൾ മറന്ന്, ശത്രുതകൾ മറന്ന് അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ ശത്രുതയെ മറന്ന് ഒന്നായി തീർന്നതുപോലെ നമുക്കും പ്രതിസന്ധിയുടെ നടുവിൽ, ശത്രുതയുടെ നടുവിൽ നമുക്കും ഒന്നായി തീരാം. പ്രിയരെ, കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ല. ഗോഡ് ബ്ലെസ് യു.